കൈയൊന്ന് തരുമോ? എന്ത് അടിപൊളിയായിട്ട് നമ്മൾ പെർഫോം ചെയ്തത്. ഞാൻ തന്നെ ലോക സിനിമ 2 പ്രാവശ്യം തിയേറ്ററിൽ പോയി കണ്ടു. അടിപൊളി ഉണ്ടായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. എന്തുണ്ട് മോളെ വിശേഷം? ഇപ്പോൾ നല്ല വിശേഷമാണ്. ആണല്ലേ. ഇപ്പം ലൈഫൊക്കെ എങ്ങനെ പോകുന്നു? ഇപ്പോൾ നല്ല കൂളായിട്ടാണ് പോണത്, ഒരു തടസ്സമില്ലാതെ. ഇപ്പോൾ ഇൻ്റർവ്യൂസൊക്കെ വരുമ്പോൾ നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടാണ് ചെയ്യണത്. അത്രയധികം സന്തോഷമാണ്. ഈ ദുർഗ എന്ന് പറയുന്ന പേരാരായിട്ടത്? അത് ഞാൻ അമ്മ അവിടെ പ്രസവിച്ച് എന്നെ കിടക്കുന്ന സമയത്ത് ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അച്ഛൻ നമ്മൾ സാധാരണ ചോദിക്കില്ലേ, അപ്പോൾ എന്താണ് ഉണ്ണിക്ക് പേരുണ്ട് ചോദിച്ചു. അപ്പോൾ സാധാരണ ഇങ്ങനെ ചിന്നു, മിന്നു, അമ്മു അങ്ങനെയൊക്കെയാണ് പേരിടുക. അപ്പോൾ ഏട്ടൻ അതിന് ചോദിച്ചറിഞ്ഞാൽ ദുർഗ എന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവരും ഞെട്ടി. അപ്പോൾ അച്ഛനും അമ്മയ്ക്ക് കൺഫ്യൂഷനായി, എന്താണ് വിളിക്കേണ്ടത്. ദുർഗ എന്ന് വിളിക്കാൻ പറ്റില്ല, കാരണം അതൊരു വലിയൊരു പേരാണ്. അപ്പം അച്ഛനും അമ്മ തന്നെ ദുർഗൂസേ അങ്ങനെയൊക്കെയാണ് വിളിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പം ആ പേര് പോലെ തന്നെ പവർഫുള്ളാണ്. ക്യാരക്ടർ വൈസ് നോക്കുമ്പോൾ ഈ സിനിമയിൽ നോക്കുമ്പോൾ അടിപൊളിയായ ക്യാരക്ടർ, അതുപോലെ തന്നെ ദുർഗേനെ പോലെ തന്നെ പവർഫുൾ ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ് ഇതിൽ ചെയ്തത്. അപ്പം മോളെ ഹോബീസ് എന്തൊക്കെയാണ് വേറെ? എൻ്റെ ക്രാഫ്റ്റ് ചെയ്യും, പിന്നെ ഡാൻസ്, ഇടയ്ക്ക് പാട്ട് പാടും. പാട്ട് പാടുമോ? അത്ര അധികം ഒന്നുമില്ല, വെറുതെ അങ്ങനെ അതിൻ്റെ ഒപ്പം വെറുതെ അങ്ങനെ ഫ്ലോയിൽ ഇങ്ങനെ പാടിപ്പോവും. എന്നൊരു പാട്ട് പാടുമോ? അതങ്ങനെ അറിയില്ല. പിന്നെ മോണാറ്റ്, അങ്ങനത്തെ ആക്ടിങ് അങ്ങനെയൊക്കെ, പിന്നെ ഡ്രോയിങ് അതൊക്കെ ചെയ്യും. അപ്പം എല്ലാ ഒരു കഴിവ് എല്ലാത്തിൻ്റെയും ഒരു എന്താ പറയൽ ഒരു ബോണ്ടാണ്. ലോക സിനിമയ്ക്ക് മുമ്പുള്ള ദുർഗയും പിന്നെ ഈ മൂവി ഇപ്പോൾ റിലീസായിട്ടുള്ള ആ സമയത്തുള്ള ദുർഗയും തമ്മിൽ എന്തൊക്കെയോ ചില മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടാവും അല്ലേ? ധാരാളം മാറ്റം സംഭവിച്ചിട്ടുണ്ട്. ഇപ്പം മോളുടെ ആണെങ്കിൽ ലൈഫ് ആകെ മാറി. ഇപ്പം മോള് നേരത്തെ പറഞ്ഞ പോലെ ഇൻ്റർവ്യൂ ഉണ്ട്, കുറേ ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു, കുറേ ഇനാഗുറേഷൻസ് ഉണ്ടായിരുന്നു, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു അല്ലേ? അപ്പം എങ്ങനെയായിരുന്നു മോളത് എൻജോയ് ചെയ്തു? എങ്ങനെയായിരുന്നു ആ മാറ്റം? അത് മുന്നേ ഫിലിംസ് ചെയ്തിട്ടുണ്ടായിരുന്നു, അത് തിയേറ്റർ വിസിറ്റൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും ലോകയാണ് കുറച്ചുകൂടി ഇപ്പോൾ മുന്നേറി കൊണ്ട് നിൽക്കണത്. അപ്പോൾ ഇപ്പം അങ്ങനെ ഓടുന്നുണ്ടെന്ന് അറിയുമ്പോൾ ആദ്യം വിചാരിച്ചു അത്ര അധികം ഇതുണ്ടാവില്ല വിചാരിച്ചു. പിന്നെയാണ് എല്ലാവർക്കും ഇഷ്ടമായി, പിന്നെ എല്ലാവരും കാണാൻ തുടങ്ങി. പിന്നെ എല്ലാവരും 1, 2 തവണയൊക്കെ കാണാൻ തുടങ്ങിയത്. അപ്പോൾ ഇപ്പോൾ വളരെയധികം വ്യത്യാസമുണ്ട്. പിന്നെ ഇങ്ങനെ ഇനോഗ്രേഷൻസും ഇതൊക്കെ കിട്ടുമ്പോൾ വളരെയധികം സന്തോഷമുണ്ട്. കാരണം മുന്നേ പോലെ കിട്ടിയിട്ടുണ്ടായിരുന്നു, അത് ഇനോഗ്രേഷൻസ് തന്നെയായിരുന്നു. ഇപ്രാവശ്യം കലോത്സവത്തിൻ്റെ ഒക്കെ ആയിരുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെ ആകുമ്പോഴേക്ക് വളരെയധികം സന്തോഷമാണ് തോന്നുന്നത്. നല്ലോണം എൻജോയ് ചെയ്തു, അത്രയധികം രസമായിരുന്നു. പിന്നെ ഇപ്പോൾ എല്ലാവരും സപ്പോർട്ടുള്ളതുകൊണ്ട് അത്രയധികം ബ്ലെസ്സിങ്സൊക്കെ കിട്ടി ഈ ഇനോഗ്രേഷൻസിനൊക്കെ പോകുമ്പോൾ. അത്രയധികം എൻജോയ് ചെയ്തു. ദുർഗ ഇപ്പം ഭയങ്കര ഹിറ്റായി മാറിയിരിക്കുകയാണ് ലോകമെമ്പാടും. ലോക എന്ന സിനിമേനെ പോലെ തന്നെ ലോകമെമ്പാടും അറിയപ്പെടുന്ന ഒരു കുട്ടിയായി മാറിയിരിക്കുകയാണ് ഇപ്പം എല്ലായിടത്തും, മീൻസ് എല്ലാ ഭാഷകളിലും ലോക എന്ന് പറഞ്ഞ സിനിമ നിറഞ്ഞു നിൽക്കുകയാണ്. ഇപ്പം എല്ലാവരും പറയുന്നത് ലോക കണ്ടോ തിയേറ്ററിൽ പോയി ലോക കണ്ടോ എന്നൊക്കെയാണ് എല്ലാവരും പറയുന്നത്. അപ്പം എന്ത് തോന്നുന്നു ആ ഒരു അത് ലോക ഇപ്പം ഇങ്ങനെ തിയേറ്ററിലൊക്കെ നന്നായിട്ട് ഇങ്ങനെ ഓടുന്ന അറിഞ്ഞപ്പോൾ വളരെ സന്തോഷമുണ്ട്. പിന്നെ കല്യാണി ചേച്ചിയും ടോവിനോ ചേട്ടനും ഡിക്യുങ്ങളൊക്കെ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ കല്യാണി ചേച്ചി നന്നായിട്ട് ഇതിന് വേണ്ടിയിട്ട് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. ഈ സിനിമയിൽ അഭിനയിച്ച എല്ലാവരും നല്ല രസമായിട്ട് ആക്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ശരിക്കും എനിക്കിങ്ങനെ ലയിച്ചിരുന്നു എന്ന് പറയില്ലേ, അതുപോലെയായിരുന്നു. പിന്നെ ഇവരെ ഇതിന് വേണ്ടിയിട്ട് അത്രയധികം ഇതിൻ്റെ പിന്നിൽ അപ്പോഴാണ് നമുക്ക് അറിയണത് അത്രയധികം ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോഴാണ് അത് അറിയണത്, ഈ പ്രാക്ടീസ് ചെയ്തതിൻ്റെ ഇതൊക്കെ മനസ്സിലാവണത്. എങ്ങനെയാണ് ഈ ഒരു മൂവിയിലേക്കുള്ള തുടക്കം? അത് മുന്നേ മാർഷൽ ആർട്സ് പഠിച്ചിരുന്നു. അപ്പോൾ ആദ്യം എനിക്ക് മാർഷൽ ആർട്സിന് അത്ര ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല. പിന്നെ അച്ഛൻ കുറേ ഇതൊക്കെ ചെയ്യണ കണ്ടപ്പോഴാണ് എനിക്ക് ഇഷ്ടം തുടങ്ങിയത്. അച്ഛൻ സ്റ്റണ്ട് മാസ്റ്ററാണ്. അച്ഛൻ കൊറിയോഗ്രാഫി ചെയ്യുന്ന ആളാണ്. ജയ് ഹേയിൽ ഫെലിസ് മാസ്റ്ററും അച്ഛനും കൂടിയിട്ടാണ് ചെയ്തതാണ്. പിന്നെ ഇന്ത്യൻ 3 ഇപ്പോൾ ഇറങ്ങാൻ പോണതുണ്ട്, അതിൽ മൈക്ക് മാസ്റ്ററും പിന്നെ അച്ഛനും കൂടിയിട്ടാണ് ചെയ്തതാണ്. പിന്നെ കാജൽ അഗർവാളിനെ പിന്നെ ദർശന ചേച്ചി ഇവിടേക്ക് വന്നിട്ടുണ്ട്, അവർക്കൊക്കെ എടുത്തു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഡ്യൂപ്പായിട്ട് അച്ഛൻ യങ് തൊട്ട് ചെയ്യാൻ തുടങ്ങിയതാണ്. രാവണിൽ ഇപ്പം അവസാനമായിട്ട് ചെയ്തത് നിവിൻ പോളി അങ്കിളുടെ ഒരു സിനിമയാണ്. പിന്നെ രാവണിൽ വിക്രങ്ങളുടെ ഡ്യൂപ്പായിട്ട് ചെയ്തിട്ടുണ്ട്.
അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഇൻട്രസ്റ്റ് തോന്നി. പിന്നെ കളരിക്ക് ഇതായി മാർഷൽ ആർട്സിനെ. അത് കഴിഞ്ഞിട്ട് അച്ഛൻ ഞങ്ങളുടെ ഫാമിലിയിലത്തെ ഒരു ഫ്രണ്ട് ഉണ്ട്, ആഷ്ലി അങ്കിള്. ആ അങ്കിള് വഴിയാണ് ഞങ്ങൾ ലോകയിലേക്ക് എത്തിയത്. ആദ്യം പറഞ്ഞല്ലോ ഭയങ്കര പെട്ടെന്ന് എനിക്കൊരു പേടി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞല്ലോ. അതെന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്? അത് ഞാൻ 3 വയസ്സ് തൊട്ടാണ് തുടങ്ങിയത്. അപ്പോൾ എൻ്റെ വിചാരം ഇത് മേത്ത് കൊള്ളും, നന്നായിട്ട് വേദനിക്കുന്നില്ല, പിന്നെ വീഴും. ഇവര് എന്ന് വെച്ചാൽ പെട്ടെന്ന് നമുക്ക് നോക്കാൻ പറ്റില്ലല്ലോ. അപ്പം ഞാൻ അങ്ങനെയൊക്കെ പേടിച്ചിട്ട് പിന്നെ അച്ഛൻ ചെയ്യണ കണ്ടപ്പോഴാണ്, പിന്നെ ഇവിടെ ചേട്ടന്മാരും ചേച്ചിമാരൊക്കെ ചെയ്യണ കണ്ടപ്പോൾ എനിക്ക് ഇൻട്രസ്റ്റ് തോന്നി. പിന്നെ അച്ഛൻ പറഞ്ഞെന്നോ അങ്ങനെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അത് ചെയ്യാൻ പറ്റും, അങ്ങനെ കുഴപ്പമില്ല എന്ന് പറഞ്ഞെന്നോ? അച്ഛൻ പറഞ്ഞു ചെയ്യാൻ പറ്റും. അതിന് നിർബന്ധിച്ചില്ല. അച്ഛൻ പറഞ്ഞു ഇത് അങ്ങനെ ഒന്നും പ്രശ്നം ഉണ്ടാവില്ല, ഞങ്ങൾ നന്നായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യും, ദുർഗയ്ക്ക് ചേരാൻ താല്പര്യം ഉണ്ടെങ്കിൽ ചേർന്നോളൂ, ഞാനങ്ങനെ നിർബന്ധിക്കണില്ല, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ്. മാർഷൽ ആർട്സ് എന്ന് പറഞ്ഞത് മോള് മുന്നേ പഠിക്കുന്നുണ്ടോ? ഞാൻ 3 വയസ്സ് തൊട്ട് മാർഷൽ ആർട്സ് പഠിക്കാൻ തുടങ്ങിയതാണ്. 3.5 വയസ്സിൽ ബാഹുബലി 2ൻ്റെ ഫസ്റ്റ് ഓഡിയോ ലോഞ്ചിങ്, അതാണ് ഫസ്റ്റ് സ്റ്റേജ്. പിന്നെ അങ്ങനെ ഇപ്പോൾ 8 വർഷമായി പഠിക്കാൻ തുടങ്ങിയിട്ട്, എനിക്കിപ്പോൾ 11 വയസ്സായി. അപ്പോൾ അങ്ങനെ ഓരോന്ന് പോയിക്കൊണ്ടിരിക്കുന്നു. ഈ മാർഷൽ ആർട്സും ഈ മിക്സഡ് മാർഷൽ ആർട്സും തമ്മിൽ ഇതെന്താ ഒരു വ്യത്യാസം, എന്താണ് സംഭവം? അത് മാർഷൽ ആർട്സിൽ എല്ലാതും ഉണ്ടാവും. കളരിയാണ് ഇവിടുത്തെ ബേസ്. ഇത് പാരമ്പര്യമായിട്ടുള്ളതാണ്. ഇവിടെ യുദ്ധമുറ എന്ന് പറയും, പാണ്ഡവശൈലി എന്ന് പറയും, യുദ്ധമുറയാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ ഇതിൽ കരാത്തെ, കുംഫു, തായ്ക്കൊണ്ട അങ്ങനെ എല്ലാതും ഉണ്ട്. അപ്പോൾ അതാണ് മിക്സ്ഡ് മാർഷൽ ആർട്സ് എന്ന് പറഞ്ഞത്. പിന്നെ കളരിയാണ് ബേസ് ഇവിടുത്തെ. ദുർഗ, ഈ ലോക ചാപ്റ്റർ 1 എന്ന മൂവിയിലേക്ക് മോളെ എൻട്രി ചെയ്തെന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞു ആ ഒരു പ്രത്യേകം അതിനൊരു റൗണ്ട് ഉണ്ടായിരുന്നു പറഞ്ഞു, സെലക്ഷൻ പ്രോസസ്സ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പം അതെങ്ങനെയായിരുന്നു ഉണ്ടായത്? അത് ചില്ലറ കാര്യമല്ലല്ലോ, കാരണം ഒരു അഭിനയം മാത്രം പോരാ ഈ സിനിമയെ സംബന്ധിച്ച്. നമുക്ക് വേറെ ഏതെങ്കിലും സിനിമയെന്ന് പറഞ്ഞാൽ നമുക്ക് ആ ഒരു അഭിനയത്തിലെങ്കിലും നമുക്ക് കയറാൻ പറ്റും. പക്ഷേ ഈ സിനിമയിൽ എന്തായാലും അഭിനയം മാത്രം പോരാ, മാർഷൽ ആർട്സ് അറിഞ്ഞിരിക്കണമല്ലോ. അപ്പം അതെങ്ങനെയായിരുന്നു? ഇപ്പം മാർഷൽ ആർട്സ് അറിയാത്തൊരു കുട്ടിക്ക് ഈ സിനിമയിൽ കയറാൻ പറ്റുമോ? മാർഷൽ ആർട്സ് അറിയായിരുന്നു. ഇവിടെ എല്ലാവരും, കളരിയിലുള്ള എല്ലാ കുട്ടികളും എന്നെക്കാറ്റ് കഴിവുള്ള ആൾക്കാരുണ്ട്. പക്ഷെ ഇപ്രാവശ്യം എനിക്ക് ഭാഗ്യം കിട്ടിയെന്നുള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഇവിടെ എല്ലാ കുട്ടികളും നല്ല കഴിവുള്ളതാണ്. എന്നെക്കാറ്റും കഴിവുള്ള കുട്ടികളുണ്ട്. ഇപ്രാവശ്യം എനിക്ക് ഭാഗ്യം കിട്ടിയെന്നുള്ളൂ. ഇവിടെ ഓഡീഷനിൽ അതിലും നന്നായിട്ട് ചെയ്യുന്ന കുട്ടികളുണ്ടായിരുന്നു. വിവേകങ്ങളൊക്കെ ഞാൻ പറയണ കേട്ടു. ഞാൻ അങ്ങോട്ട് തിരിഞ്ഞു, റബ്ബർ ബാൻഡ് പോലെയായിരുന്നു എന്നൊക്കെ പറഞ്ഞു. അവിടെ ചെറിയ ആക്ടിങ് ചെയ്യിപ്പിച്ചു. അത് കഴിഞ്ഞിട്ട് ആദ്യം നമ്മുടെ കഴിവുകൾ കാട്ടാൻ പറഞ്ഞു, എന്ന് വെച്ചാൽ മാർഷൽ ആർട്സിൻ്റെ കഴിവുകൾ ചെയ്യാൻ പറ്റുന്നത്. അപ്പം ഞാൻ കുറച്ച് കാര്യങ്ങൾ ചെയ്തു, സ്പ്ലിറ്റും പിന്നെ ചക്രാസനം അതൊക്കെ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ആക്ടിങ്ങിൻ്റെ ഒരു തീം തരും, അത് ഉണ്ടാക്കിയിട്ട് ചെയ്യണം. അപ്പം അങ്ങനെയൊക്കെ ചെയ്തു, അങ്ങനെ സെലക്ട് ചെയ്തു. അപ്പോൾ എന്തായിരുന്നു ഓഡീഷനിൽ പറഞ്ഞ, എന്ത് തീമായിരുന്നു അവർ തന്നത്, ഇങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു അല്ലേ? അതൊരു 5-6 ഉണ്ടായിരുന്നു. ഒരു 4-5 ഉണ്ടായിരുന്നു. അതിൽ ഒന്നെന്ന് പറഞ്ഞത് ഒരു പട്ടിക്കുട്ടി. ഞാൻ സ്കൂളിൽ വരുന്ന വഴി ആ പട്ടിക്കുട്ടീനെ കണ്ടപ്പോൾ ഇഷ്ടമായി. അപ്പോൾ അച്ഛനോട് എനിക്ക് ഈ പട്ടിക്കുട്ടീനെ എങ്ങനെയും വളർത്തണം, അച്ഛനാണെങ്കിൽ ആ പെറ്റ്സിന് ഇഷ്ടമല്ല, അപ്പോൾ എങ്ങനെയും വളർത്തിക്കണം, അച്ഛനെ പറഞ്ഞുകൊണ്ട് സമ്മതിച്ചുകൊണ്ട്. അപ്പോൾ അത് അച്ഛനോട് എങ്ങനെ ചോദിക്കണം, അങ്ങനെ ചോദിച്ചിട്ട് അച്ഛൻ ശരി വളർത്തിക്കോ അങ്ങനെ പറയിപ്പിക്കണം. പിന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, പരീക്ഷ സമയത്ത് ഒരു കുട്ടി തുണ്ട് കൊണ്ടുവന്നു. അപ്പോൾ ടീച്ചർ അത് കണ്ടില്ല, പക്ഷെ ഞാൻ പറഞ്ഞു നീ എന്തിനാ തുണ്ട് കൊണ്ടുവന്നേ പറഞ്ഞു. അപ്പോൾ ടീച്ചർ ഇങ്ങോട്ട് വരുന്ന കണ്ടപ്പോൾ എൻ്റെ അതിലേക്ക് തുണ്ട് ഇട്ടു. അപ്പോൾ ടീച്ചർ എന്നെ പുറത്ത് കൊണ്ടുപോയി, നീ പരീക്ഷ എഴുതേണ്ട പറഞ്ഞു, നീ എന്തിനു തുണ്ട് കൊണ്ടുപോയി പറഞ്ഞിട്ട്. അപ്പോൾ ആ കുട്ടിയായിട്ട് വഴക്കുണ്ടാക്കണത്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ. ദുർഗ, ആ ഫസ്റ്റ് ടൈം നമ്മൾ ആ തിയേറ്ററിൽ പോയി റിലീസായ ദിവസം നമ്മളിങ്ങനെ കാണുവാണ്, അച്ഛൻ്റെ അമ്മേൻ്റെയും കൂടിയും ഏട്ടൻ്റെയും കൂടിയും കാണുന്ന സമയത്ത് മോൾക്ക് എന്ത് തോന്നി? ആ ഒരു അടിപൊളി ഉണ്ടായിരുന്നു, എൻ്റെ പെർഫോമൻസ് ഞാൻ നല്ല വൃത്തിക്ക് ചെയ്തു എന്ന് തോന്നിയിട്ടുണ്ടായിരുന്നോ? ശരിക്കും അത് കണ്ടപ്പോൾ അതിലേക്ക് അങ്ങടെ ഉള്ളിക്ക് തന്നെ ലയിച്ചു പോവാന്ന് പറയില്ലേ, അതുപോലെയായിരുന്നു ഫീല്. പിന്നെ ഞാൻ ഏട്ടനെ ഇടയ്ക്കൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും മുട്ടാറുണ്ട്. എന്നുവെച്ചാൽ ഇടിക്ക് അങ്ങനെയൊന്നല്ല, ഇടയ്ക്ക് സ്വാഭാവികം വെറുതെ അങ്ങോട്ട് ഇടില്ല. അങ്ങനെ ഇപ്പൊ കളരി ചെയ്യുമ്പോ തോണ്ടല് അങ്ങനെ. ഏട്ടൻ അങ്ങനെയാണ്, പക്ഷെ ഏട്ടൻ കരഞ്ഞു.
ആനന്ദക്കണ്ണീര്. അപ്പോൾ അച്ഛൻ ചോദിച്ചത് എന്നിട്ട് കണ്ണിന്ന് വെള്ളം വരണ ചോദിച്ചു. പറഞ്ഞു അതൊന്നുമില്ല, പൊടി പോയതാ പറഞ്ഞു. അങ്ങനെ അച്ഛൻ്റെ ശിഷ്യന്മാരൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്കൊക്കെ നല്ല ഫീലാണ് അനുഭവിച്ചത്. അമ്മയൊക്കെ കരഞ്ഞു. അച്ഛനൊക്കെ അച്ഛനെ ഇറുക്കി പിടിക്കായിരുന്നു അമ്മയും. അപ്പോൾ അച്ഛൻ ഇടയിലിരുന്ന് പെട്ടു. രണ്ടുപേരും ഇറുക്കി പിടിക്കായിരുന്നു. നന്നായിട്ട് എൻജോയ് ചെയ്തു അല്ലേ? നന്നായിട്ട് അവർ ഇഷ്ടപ്പെട്ടു അല്ല സിനിമ? ഇങ്ങനെ ഒരു കോമഡി കേട്ടായിരുന്നു, അച്ഛൻ ഷേവ് ചെയ്തു എന്നൊക്കെ. അതെന്താ സംഭവം? അത് അച്ഛൻ അല്ല, അമ്മ അത് എന്നോട് ചോദിച്ചു, ലോകത്തിലൊക്കെ അഭിനയിച്ചല്ല, അപ്പം എന്താണ് വേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു എനിക്ക് ജസ്റ്റ് ഒന്ന് കെട്ടിപ്പിടിച്ച് ഉമ്മ തന്നാ മതി എന്ന് പറഞ്ഞു. അത് മതി എന്ന് പറഞ്ഞു. അപ്പോൾ അത് ചെയ്തു. അപ്പം ഏട്ടൻ ഇതുപോലെ ചോദിച്ചു. അപ്പം ഇതുപോലെ എനിക്ക് കെട്ടിപ്പിടിച്ചു ഉമ്മ വന്നു. അച്ഛൻ അച്ഛൻ പറഞ്ഞു, അച്ഛൻ വിചാരിച്ചു ഞാൻ ഇതുപോലെ തന്നെയോ പറയണ്ട വിചാരിച്ചു. അപ്പോൾ എന്താ വേണ്ടേ ചോദിച്ചു. അപ്പോൾ പറഞ്ഞു എനിക്ക് കെട്ടിപ്പിടിച്ച് ഉമ്മ തരണം. ഇതുകൂടാതെ വേറൊരു ആഗ്രഹം കൂടി ഉണ്ട്. എനിക്ക് അച്ഛനെ ഞാൻ ഇതുവരെയായിട്ട് അച്ഛനെ ഇങ്ങനെ കണ്ടിട്ടില്ല. ഏട്ടൻ കണ്ടിട്ടുണ്ട്, ഞാൻ ഇതുവരെയായിട്ട് കണ്ടിട്ടില്ല. അപ്പൊ അച്ഛനോട് പറഞ്ഞു ഒന്ന് ഷേവ് ചെയ്യുമെന്ന് പറഞ്ഞു. മീശ ഇതൊക്കെ മുടി ഉണ്ടായിരുന്നു, അത് മുന്നേ വെട്ടി. അത് കഴിഞ്ഞിട്ട് അപ്പം അച്ഛൻ പറഞ്ഞു അയ്യോ പെട്ടൂലോ എന്ന് പറഞ്ഞു. ഞാൻ പിന്നെ ആ കാര്യമൊക്കെ എടുത്തില്ലേ, സാലിയ എന്തേലും ആവട്ടെ എന്ന് പറഞ്ഞു. എന്നിട്ട് പിറ്റേ ദിവസം ഞാനിങ്ങനെ എഴുതുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ എഴുതുന്ന സമയത്ത് അച്ഛൻ അങ്ങനെ എൻ്റെ അടുത്ത് ഇങ്ങനെ വന്ന് സംസാരിക്കുന്നുണ്ട്. അപ്പം ഞാൻ മറുപടി തിരിഞ്ഞു നോക്കണില്ല. എന്നിട്ട് ഒരു കാര്യത്തിന് എന്താന്ന് പറഞ്ഞ് തിരിഞ്ഞു നോക്കിയത് അച്ഛൻ്റെ കണ്ണ് ശബ്ദം ഒരേത്, പക്ഷെ ഇവിടുന്ന് മൊത്തം മറിയിക്കണു. എന്നിട്ട് ഞാൻ അച്ഛനെ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത് ആരോ വെച്ചിട്ട്. എന്നിട്ട് മൊത്തം ഞാൻ ചെക്കായി. അച്ഛൻ എന്നെ നോക്കി ചിരിക്കുന്നുണ്ട്, ഞാൻ എന്നിട്ട് ഇങ്ങനെ നോക്കിയിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. മൂവിയിൽ കുറേ സീൻ മോള് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, അടിപൊളിയായി ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു സീൻ 2 സീൻ അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല, എല്ലാം അടിപൊളിയായിട്ട് ഒന്നായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല രസമുണ്ടായിരുന്നു. അപ്പം മോൾക്ക് ആ ഒരു സീൻ കുറച്ചും കൂടി നന്നാക്കാമായിരുന്നു അങ്ങനെ തോന്നിയിട്ടുണ്ടോ ഏതെങ്കിലും ഒരു സീനിൽ? അങ്ങനെ തോന്നിയിട്ടുണ്ടായിരുന്നില്ല. ഫൈറ്റും ഇതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ എല്ലാവരും ഹെൽപ്പുള്ളതുകൊണ്ട് എനിക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റി. പിന്നെ അച്ഛനും അമ്മയൊക്കെ ഒപ്പം തന്നെ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു സെറ്റിൽ. പിന്നെ എനിക്ക് ചോദിക്കാനുള്ളത്, ആ ഒരു ബാറ്റ് വരുന്നൊരു സംഭവമില്ലേ, ആക്ച്വലി അവിടെ ബാറ്റ് വരുന്നില്ലല്ലോ, ഇമാജിനേഷൻ അല്ലേ ഇത്. അപ്പം അതിലെങ്ങനെയാണ് മോള ജസ്റ്റ് എങ്ങനെയാ ആ ഒരു ആക്ടിങ് എങ്ങനെയാണ് അത്ര ഈസി ആയി ചെയ്തത്? അതെനിക്ക് ഡയറക്ടർ ഡോം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ മൈക്കിൽ പറയും ബാറ്റ് എന്ന് പറയുമ്പോൾ ശരിക്കും അതുപോലെ ഇങ്ങനെ റിയേറ്റ് ചെയ്യണം. അപ്പോൾ ഇതിനേറ്റവും മുന്നേ അച്ഛനും അമ്മയൊക്കെ കൂടിയിട്ട് എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു കുറച്ച് കാര്യങ്ങൾ, ആക്ടിങ്ങിനെ ബേസ് ചെയ്തിട്ട്. പിന്നെ ട്രെയിനിങ് തന്നിട്ടുണ്ടായിരുന്നു കളരിയുടെ, മാർഷൽ ആർട്സിൻ്റെ ഒക്കെ. അപ്പോൾ എല്ലാതും കൂടിയിട്ട് അങ്ങനെ കറക്റ്റ് ഇമാജിൻ ചെയ്ത് കറക്റ്റ് ഇവിടെ ബാറ്റ് വന്നിരിക്കണം അങ്ങനെ വിചാരിച്ചിട്ട് തന്നു. പിന്നെ ഡോമ എനിക്ക് ശരിക്കും ഫ്രീഡമാണ് തന്നത്. ഡോമ ജസ്റ്റ് പറഞ്ഞുതരും ഇങ്ങനെയാണ് കാര്യങ്ങളെന്ന് പറഞ്ഞുതരും, ബാക്കി എനിക്ക് ആക്ട് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ശരി. ഡോമ ഒരു സീക്രട്ട് പറഞ്ഞെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, ജസ്റ്റ് ആ ഒരു സീനിൽ? ഓക്കെ, അപ്പോൾ അതെങ്ങനെ അത് പറഞ്ഞിട്ടാകുമ്പോൾ നമുക്ക് ഈസിയായി ചെയ്യാൻ പറ്റിയല്ലേ? ഞാനത് ചോദിക്കുന്നില്ല, കാരണം അത് സീക്രട്ട്, അത് നമുക്ക് ചോദിക്കാൻ പാടില്ല. ദാറ്റ്സ് ആ ഒരു ബോണ്ട് ഉള്ളതുകൊണ്ടാണ് അത് വർക്കായത് അല്ല, നമുക്ക് നല്ല വൃത്തിക്ക് അത് വർക്കായി ചെയ്തു. അപ്പോൾ ദുർഗ ഇതൊക്കെ ചെയ്യുമ്പോൾ ദുർഗേൻ്റെ മനസ്സിൽ എന്താ തോന്നിയത്? ആ ഒരു സീൻ ഞാൻ നല്ല വൃത്തിയിൽ ചെയ്തു, നല്ല അടിപൊളിയായി ചെയ്തു എന്നൊക്കെ തോന്നുന്നുണ്ടാവും അല്ലേ? ശരിക്കും അത് പറഞ്ഞു തന്നപ്പോൾ എനിക്ക് അപ്പം തന്നെ കരച്ചിൽ വന്നു തുടങ്ങി. പിന്നെ ആ സീന് കഴിഞ്ഞു, അത് കഴിഞ്ഞിട്ടേക്ക് വീണ്ടും കരച്ചിലുണ്ടായിരുന്നു. എന്നിട്ട് ഡോമ എന്നെ ഇതാക്കിയിട്ടുണ്ടായിരുന്നു. എനിക്ക് ശരിക്കും അത് നന്നായിട്ട് അതിനേക്ക് നന്നായിട്ട് ഹെൽപ്പ് ചെയ്തു ഡോം. കറക്റ്റ് എനിക്ക് മനസ്സിൽ എഫക്റ്റ് ചെയ്തു അത്. അപ്പോൾ എനിക്ക് കറക്റ്റ് ചെയ്ത് ശരി. കല്യാണി പ്രിയദർശൻ്റെ ചെറുപ്പ വേഷമാണല്ലോ ഇപ്പോൾ ചെയ്തത്. അപ്പം അങ്ങനെ ചെയ്യുമ്പം നിങ്ങൾ രണ്ടുപേരും ഒരു കോൺവെർസേഷൻ ഉണ്ടായിരുന്നോ? കല്യാണി ചേച്ചി ഇങ്ങനെ പറഞ്ഞായിരുന്നോ മോളോട് ഇതുപോലെ ചെയ്യണം, ഞാൻ ഇങ്ങനെ ആയിരുന്നു? നിങ്ങളുടെ ഇടയിൽ ഒരു കോൺവെർസേഷൻ ഉണ്ടായിരുന്നോ, അല്ലെങ്കിൽ പിന്നീടായിരുന്നു നിങ്ങൾ കണ്ടുമുട്ടിയത്? അത് കഴിഞ്ഞ ശേഷമാണോ കണ്ടുമുട്ടിയത്? ഞാൻ അവസാനത്തെ എൻ്റെ ഡേ ഉണ്ടായിരുന്നു, അപ്പോൾ ഞാൻ സെറ്റിൽ വെച്ച് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സൂപ്പറായിട്ടുണ്ടായിരുന്നു, നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അതിൽ തന്നെ വെച്ചിട്ട് VFSന് ഇതിന് വേണ്ടിയിട്ട് ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ തിയേറ്റർ വിസിറ്റിന് അതിനൊക്കെ വന്നപ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നു, എല്ലാവരെയും കണ്ടിട്ടുണ്ടായിരുന്നു. ഇപ്പം ഈ മൂവി കണ്ടിട്ട് എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞു മോളോട്. തീർച്ചയായും ഇപ്പം ഞാനും 2 പ്രാവശ്യമാണ് ആ മൂവി കണ്ടത്. അടിപൊളി ഉണ്ടായിരുന്നു, ഒരു രക്ഷയില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമായി മൂവി. അപ്പം അതുപോലെ തന്നെ
എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞു. മോളെ മനസ്സിൽ ഒരാൾ പറഞ്ഞത് കുറച്ചും കൂടി ഒരു ഇങ്ങനെ സ്ട്രൈക്കായിട്ട് നിൽക്കൂലേ, ഇങ്ങനെ ജസ്റ്റ് വാവ് ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. അത് ആരാണ് ഒരാൾ അങ്ങനെ പറഞ്ഞത്? ആരാണ്? ഒരാളെന്നല്ല, എല്ലാവരും ഇങ്ങനെയാണ് എന്നാലും ഒരു ജസ്റ്റ് ആ ഒരു എൻ്റെ ഒരു മനസ്സിൽ ഞാൻ ജസ്റ്റ് ഇന്ന് സൂക്ഷിക്കും അങ്ങനെ പറഞ്ഞിട്ട് ആരെങ്കിലും ഒരാൾ? അത് ഡിക്യൂങ്കിൾ, ടോവിനോ ചേട്ടൻ, കല്യാണി ചേച്ചി അവരൊക്കെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഭയങ്കര സന്തോഷം തോന്നിയല്ലേ അങ്ങനെ സന്തോഷം പറഞ്ഞിട്ട്? തോന്നി. എല്ലാവരും ഇതായിരുന്നു. പിന്നെ ഇപ്പോൾ സിനിമയായിട്ട് ബേസ് ചെയ്ത് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഇനോഗ്രേഷൻസ്, പിന്നെ ഇൻ്റർവ്യൂസ്, അതൊക്കെയാണ് നന്നായിട്ട് വെറൈറ്റി ആയിട്ടുള്ള ഒരു സമ്മാനം എന്ന് പറയില്ല, അതുപോലെയായിരുന്നു. പിന്നെ ഇതുപോലെ കുറേ ട്രോഫീസ് ഇതൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം തന്നെ വളരെയധികം സന്തോഷമായിരുന്നു. ദുർഗയ്ക്ക് എങ്ങനെയാണ് ഇപ്പം കരിയർ എങ്ങനെയാണ് ബിൽഡ് ചെയ്യാൻ ആഗ്രഹം? ഡ്രീം എനിക്ക് വലുതായിട്ട് ആയുർവേദിക് ഡോക്ടർ ആവാനാണ് ഇഷ്ടം. ഇവിടെ ട്രീറ്റ്മെൻ്റ് ഉണ്ട്, ഇവിടെ പാരമ്പര്യമായിട്ടുള്ളതാണ്. അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ എനിക്കും കുറച്ച് ഇൻട്രസ്റ്റ് ആയാണ്. പിന്നെ ഞാൻ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ ഞങ്ങളുടെ ഒരു മെഡിറ്റേഷൻ രീതി ഉണ്ട്. അപ്പോൾ ചെയ്യുമ്പോൾ അച്ഛനമ്മയ്ക്കൊക്കെ അങ്ങനെ വെച്ചിട്ട് ഹീൽ ചെയ്ത് കൊടുക്കും. പിന്നെ പേഷ്യൻസ് വന്നു കഴിഞ്ഞാൽ ഇപ്പം മുട്ടുവാൻ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതിങ്ങനെ ചെയ്തിട്ട് ഇങ്ങനെ പതുക്കെ തന്നെ ഹീൽ ചെയ്ത് കൊടുക്കും. അപ്പോൾ അങ്ങനെയൊക്കെ എനിക്കിഷ്ടമാണ്. അപ്പോൾ എനിക്ക് ഡോക്ടർ ആവണമെന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്. അപ്പോൾ ഇപ്പോൾ പഠിത്തത്തിനെ നന്നായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് നിൽക്കുകയാണ് ഇപ്പോൾ. ആണല്ലേ? അപ്പം വലുതാവുമ്പം ആരൊന്നിച്ച് അഭിനയിക്കാനാണ് ആഗ്രഹം? ഏതൊരു നടൻ്റെ ഒന്നിച്ച് അഭിനയിക്കാൻ ആഗ്രഹം? എനിക്ക് മമ്മൂക്കയുടെ പോലെ ലാലേട്ടനൊപ്പം. അല്ലേ? അപ്പം അങ്ങനെ തന്നെ മോളെ ഡ്രീംസ് എല്ലാം ഫുൾഫിൽ ആവട്ടെ. അതുപോലെ തന്നെ വലുതാവുമ്പോൾ ഈ മമ്മൂട്ടീൻ്റെയും മോഹൻലാലിൻ്റെയും ദിലീപിൻ്റെയും അങ്ങനെ എല്ലാവരും കൂടിയും മോൾക്ക് അഭിനയിക്കാൻ പറ്റട്ടെ. എല്ലാവിധ ആശംസകൾ. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.